വിജിലൻസ് കേസ് പ്രതിയായിട്ടുള്ള ജയിൽ ഡിഐജി വിനോദ് കുമാറിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിനെതിരെ പ്രത്യേകിച്ച് ഒരു നടപടിയും ഇതുവരെ സർക്കാർ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ഇത്തരത്തിൽ പൾസർ സുനിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ TP വധക്കേസിലെ പ്രതിക്ക് പരോളുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ള വാർത്തകളും വിവരങ്ങളും പുറത്തു വരുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഇത്രയും ക്രിമിനൽ ആയിട്ടുള്ള ആളുകളെ പോലും സപ്പോർട്ട് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഇന്നും സർക്കാർ ഈ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ വെച്ച് പൊറപ്പിക്കുന്നത്? TP വധക്കേസിലെ പ്രതിയുമായി ബന്ധപ്പെട്ട് അഴിമതി നടത്തി അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങി എന്നല്ലേ പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാം എന്തുകൊണ്ടാണ് സർക്കാർ ഇവർക്കെതിരെ കൃത്യമായിട്ടുള്ള ആക്ഷൻ എടുക്കാത്തത് എന്നുള്ള കാര്യത്തിൽ. ഇപ്പോ നമുക്ക് തന്നെ അറിയാം, ഇപ്പോ ഒരുപാട് പേര് വിമർശിക്കുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആഭ്യന്തര വകുപ്പിൽ നിന്നും വരുന്ന ഒരുപാട് വാർത്തകളുണ്ട്. അത് നമ്മുടെ പോലീസ് സേനയെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്നത്. അപ്പൊ അതായത് 100 പേരെടുത്താൽ 10 പേരായിരിക്കും ചിലപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്നതും അല്ലെങ്കിൽ 10 പേരായിരിക്കും ഈ ഒരു വിമർശനങ്ങൾക്ക് കാരണക്കാരാവുന്നതും. പക്ഷെ ബാക്കി 90 പേരെ കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് എന്നുള്ളത്. അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോ പോലീസ് സേനയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നത് അടുത്തിടയ്ക്ക് ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഷാഫി പറമ്പിലെ പേരാമ്പ്രയിലുണ്ടായ വിഷയവുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിലെ മൂക്കിൽ ഒരു പോലീസുകാരൻ അടിക്കുകയും മൂക്കിൽ പൊട്ടൽ ഉണ്ടാകുകയും ചോര വരുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ വലിയ രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചു. ആ പോലീസുകാരുമായി ബന്ധപ്പെട്ട് കുറെ വിഷയങ്ങൾ പിന്നീട് ആഭ്യന്തര വകുപ്പിനെ തന്നെ ചർച്ച ചെയ്യുന്ന ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. അപ്പോഴാണ് ഷാഫി പറമ്പിൽ പറഞ്ഞൊരു കാര്യം, ഇയാളെ പോലീസ് സേനയിൽ നിന്നും പുറത്താക്കിയ ഒരാളാണ്. പോലീസ് സേന ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് എന്നെ അടിക്കുന്നത് എന്നുള്ളൊരു ആരോപണം ഷാഫി പറമ്പിൽ വെച്ചു. അതുമായി ബന്ധപ്പെട്ട് അതിനുള്ള തീരുമാനം ഉണ്ടായിരുന്നു. പിന്നീട് അയാളെ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞുള്ള വാർത്തയാണ്. കാരണം ഗുണ്ട ആക്ട് വരുന്ന അല്ലെങ്കിൽ ഗുണ്ടാ ലിസ്റ്റിൽ പെടുന്ന ഒരുപാട് പോലീസുകാരുടെ എണ്ണം കൂടി വരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീ അടിക്കുന്ന അയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ് എന്നുള്ള വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ചെവിക്കലിൽ അടിച്ചു പൊട്ടിക്കുക അയാളുടെ ഏറ്റവും വലിയ ഹോബിയാണ്. അതായത് ഒരാൾ എന്തെങ്കിലും പറഞ്ഞ് അയാളുടെ ആ പോലീസുകാരൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ അയാൾക്ക് ദേഷ്യം വരികയാണെങ്കിൽ ചെവിക്കുറ്റിക്കിട്ട് ഒന്ന് പൊട്ടിച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു ശൈലി. അപ്പൊ ഇത്തരത്തിൽ ഗുണ്ടാപ്രവർത്തനം നടത്തുന്ന ഇടയ്ക്ക് വെച്ച് സജീവമായിട്ടുണ്ടായിരുന്നു ഈ ഹെൽമെറ്റ് ധരിക്കാതെ ബൈക്കിൽ പോകുന്ന യുവാക്കൾ. ഈ യുവാക്കളെ വണ്ടി നിർത്തി പോലീസുകാർ നേരെ ചെന്നിട്ട് അടിക്കുന്ന ദൃശ്യങ്ങൾ ഇടയ്ക്ക് വെച്ച് ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് പോലീസുകാരുണ്ട്. ഇവരൊക്കെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാല് 2 അടി കൊടുത്തെങ്കിൽ മാത്രമേ ഞാൻ ഒരു പോലീസുകാരനാകൂ, പോലീസ് മുറ പ്രയോഗിച്ചെങ്കിൽ മാത്രമേ ഞാൻ പോലീസുകാരനാകൂ. എന്നാൽ ഈ പറഞ്ഞ ഗുണ്ടകളോട് ഇവർ കാണിക്കുന്നു എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ ബാക്കിയായിട്ട്. അല്ല, ഇവർ ചെയ്യുന്നത് സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ തങ്ങൾ ചെയ്താൽ തിരിച്ചു ചെയ്യില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളവരെ മാത്രമാണ് ക്രൂരമായി ഇത്തരത്തിൽ മർദ്ദിക്കുന്നത് നമ്മൾ കാണുന്നത്. അതിനപ്പുറത്തേക്ക് വലിയ വലിയ മാഫിയകളെയൊക്കെ ഇപ്പോഴും സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന പോലീസുകാരെ നമുക്കറിയാം. പല സ്പാകളും നടത്തുന്ന പോലീസുകാരാണ് നമുക്കറിയാം. ഇപ്പോ നേരത്തെ ഞാൻ തുടക്കത്തിൽ വലിയ ഗുണ്ടകളുമായിട്ട് ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്ന പോലീസുകാരെ തീർച്ചയായിട്ടും. അപ്പം അത്തരത്തിലുള്ള ആളുകളൊക്കെ വലിയ വലിയ ഈ പറയുന്ന ക്രിമിനൽ ആയിട്ടുള്ള ആളുകളെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പാവങ്ങളെ മാത്രം ക്രൂശിക്കുന്ന രീതിയിലേക്ക് പോലീസ് സംവിധാനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു TP വധക്കേസിന്റെ പ്രതിക്ക് ഇത്തരത്തിൽ 3 മാസത്തിനിടക്ക് 4 തവണയോ മറ്റോ അങ്ങനെയാണ് പരോള് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ വെക്കേഷൻ ആസ്വദിക്കുന്നതിന് വേണ്ടി ജയിലിൽ പോവുകയും അതിനുശേഷം പുറത്തിറങ്ങുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക്, അതായത് വെക്കേഷന് വേണ്ടി സുഖ സൗകര്യങ്ങളോട് കൂടിയാണ് ഇത്തരത്തിൽ ക്രിമിനൽ കേസ് പ്രതികളായിട്ടുള്ളവരൊക്കെ ജയിലിലേക്ക് പോകുന്നത്. ജയിലിനുള്ളിൽ പല ആളുകൾക്കും VIP പരിഗണന കിട്ടുന്നുണ്ട്. രാഷ്ട്രീയപരമായിട്ട് പൊളിറ്റിക്കൽ കേസുകളിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെടുന്ന ആളുകൾക്ക് ജയിലിൽ കിട്ടുന്ന സംരക്ഷണം എന്ന് പറയുന്നത് VIP ട്രീറ്റ്മെന്റ് ആണ്. TV വരെ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. സംസാരിക്കാൻ ഫോണ്, അതെ, പിന്നീട് അവർക്ക് ആവശ്യമുള്ള മദ്യം, സ്വിമ്മിംഗ് പൂള്, ഇത്തരത്തിലുള്ള വലിയ വലിയ സൗകര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന പ്രതികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് സംസ്ഥാന സർക്കാരിന്റെ ഒരു ഭരണ നേട്ടമാണ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം വികസിപ്പിക്കുന്ന കൂട്ടത്തിൽ ജയിലും കൂടെ വികസിപ്പിച്ചു. അങ്ങനെ ജയിൽ പുള്ളികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് സ്വിമ്മിംഗ് പൂള്, TV, എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. കാശുള്ളവന് മാത്രമേ ജയിലിൽ പരിഗണനയുള്ളൂ എന്നാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. കാശുള്ളവൻ വാങ്ങിച്ചാൽ മതി. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഈ പറഞ്ഞ വിനോദ് കുമാറിനെ ആണെങ്കിൽ പോലും SP-യും DYSP-യും പോലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് അല്ലെങ്കിൽ സംരക്ഷിക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ. പ്രധാനപ്പെട്ട കാരണം എന്താണ്, ഈ പൈസയുടെ ഒരു വിഹിതം അവിടെയും കൊടുക്കുന്നുണ്ട്. ജയിലിലുള്ള ജയിൽ പുള്ളികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തുക, മദ്യം വിൽപ്പന നടത്തുക, സിഗരറ്റ് വാങ്ങി കൊടുക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് പോലീസ് പലപ്പോഴും നിൽക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ചോറ് കഴിക്കാത്തതുകൊണ്ട് പുറത്തു നിന്നും തൈര് വാങ്ങിച്ചുകൊണ്ട് വന്ന പോലീസുകാരെ കാണുകയും അതുമായി ബന്ധപ്പെട്ട് പോലീസ് തന്നെ ഇനി അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടാകില്ല, പോലീസ് സ്റ്റേഷന് പുറത്തേക്ക് ആരും ഇത്തരത്തിലുള്ള ഒരു പ്രതിക്ക് വേണ്ടിയിട്ട് പോകില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. ഇതേ സംഭവം തന്നെയാണ് ചെന്താമരയുടെ വിഷയവുമായി ബന്ധപ്പെട്ട്. ചെന്താമരയ്ക്ക് വേണ്ടിയിട്ട്
പോലീസുകാരെ ബിരിയാണി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചെന്താമരയ്ക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുന്ന പോലീസുകാരെ നമ്മൾ കണ്ടു. ഇത്തരത്തിൽ കേരള പോലീസ് കള്ളന്മാർക്കും കൊലപാതകങ്ങൾക്കും ഫേവർ ചെയ്തു കൊടുക്കുന്ന ഒരു പോലീസ്. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പ്രതികൾക്കൊക്കെ അടിമപ്പണി ചെയ്യുന്നതാണ് ഇപ്പോൾ പോലീസ് യൂണിഫോം ഇട്ട ആളുകളുടെയൊക്കെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇത്തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരിന്റെ ഇവർക്കൊക്കെ ഡെയിലി ചെന്ന് സല്യൂട്ട് അടിച്ചു കൊടുക്കുന്നുണ്ടെന്ന് നമുക്കറിയത്തില്ല. കാരണം ജയിലിലല്ലേ, ജയിലിലെ VIP ആയതുകൊണ്ട് സാർ ഞാൻ ഇന്ന് പ്രസന്റ് ആയിട്ടുണ്ട്, സാറിന് എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്ന രീതിയിൽ ചിലപ്പോൾ കാണും. കാരണം നമ്മള് ഹോട്ടൽ റൂമൊക്കെ എടുക്കുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റികൾ വന്ന് ചോദിക്കല്ലോ, സാർ എങ്ങനെ ഉണ്ടായിരുന്നു ഒക്യുപ്പേഷൻ, സാറിന് കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ അത്തരത്തിലുള്ള അതേപോലെ ആണ് പല ആളുകളും, അതായത് സ്റ്റേഷനിലെ പല ആളുകളും VIP ആയിട്ടുള്ള കസ്റ്റമേഴ്സിനോട്, ജയിൽ പുള്ളികളോട് പെരുമാറുന്നത് എന്നുള്ള ആരോപണം വലിയ രീതിയിലുണ്ട്. അതെ, ഇപ്പോ ഈ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച വിനോദ് കുമാറുമായി ബന്ധപ്പെട്ടുള്ള കേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിജിലൻസ് കണ്ടുപിടിച്ചിരിക്കുന്നത് TP കേസ് പ്രതികളിൽ നിന്നും വിനോദ് കുമാർ വൻ തുക കൈപ്പറ്റി എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പരോളുമായി ബന്ധപ്പെട്ടൊക്കെ അയാൾ ഫേവർ ചെയ്തു കൊടുത്തു അല്ലെങ്കിൽ സഹായിച്ചു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അതിനപ്പുറം കൊടിസുനി നിരന്തരമായി ജയിലിൽ സന്ദർശിക്കുകയും കൂട്ടാളിയുടെ അക്കൗണ്ടിൽ നിന്ന് കൈക്കൂലി, അതായത് കൊടിസുനി സന്ദർശിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള, ഇപ്പൊ നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ, എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിച്ച് കൊടിസുനിയുടെ സംഘവുമായിട്ടിരുന്ന് മദ്യപിക്കുന്ന പോലീസുകാരുടെ ദൃശ്യങ്ങളൊക്കെ ഇടയ്ക്ക് വെച്ച് വൈറലായി വന്നിട്ടുണ്ട്. അതെ, അതുപോലെ തന്നെ പരോളിൽ ഇറങ്ങുന്ന പ്രതികൾക്ക് ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ സഹായം കൊണ്ട് പരോളിൽ ഇറങ്ങുന്ന പ്രതികൾക്ക് പിന്നീട് ഗൂഗിൾ പേ വഴി അദ്ദേഹത്തിന് പൈസ അയച്ചു കൊടുക്കുകയും, മറക്കരുത് കേട്ടോ ഇനി അടുത്ത തവണ വീണ്ടും നമ്മൾ ജയിലിൽ വരുമ്പോൾ വീണ്ടും പരോളിനെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള നീക്കങ്ങളൊക്കെ. പക്ഷേ ഈ പറയുന്ന ഒരു DGPക്ക് മാത്രം വിചാരിച്ചത് കൊണ്ട് ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് പരോള് കിട്ടുമോ എന്നുള്ളതും വലിയൊരു സംശയം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സർക്കാരിന്റെ വികസന നേട്ടങ്ങളിൽ ഏറ്റവും വലിയ വികസനം എന്ന് പറയുന്നത് ജയിലിന്റെ വികസനമാണ്. ജയിലിലുള്ള ജയിൽ പുള്ളികൾക്ക് കൃത്യമായിട്ട് പരോളിന് പോകാനും, കാരണം സ്കൂളിലൊക്കെ കുട്ടികളെ വിടുന്നത് പോലെ കൃത്യമായിട്ട് അവർക്ക് സ്ട്രെസ് കൂടുമ്പോൾ, ജയിലിൽ കിടന്ന് സ്ട്രെസ് കൂടുമ്പോൾ ആ സ്ട്രെസ് ലെവൽ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് അഴിച്ചുവിടുന്ന ഒരു ഭരണ നേട്ടം കേരളത്തിലല്ലാതെ വേറൊരു വിദേശ ജയിലിലും കിട്ടാൻ കഴിയാത്ത സാഹചര്യങ്ങൾ കേരളത്തിലെ ജയിലുകൾ ഒരുക്കി കൊടുത്ത സഖാവ് പിണറായി വിജയനും ആഭ്യന്തര വകുപ്പിനും ഒരു അവാർഡ് തന്നെ കൊടുക്കണം.